ശിവ ഫോൺ വെച്ചു. അഞ്ജലി കരഞ്ഞുകൊണ്ട് കമിഴ്ന്നു കിടന്നു. ശിവയുടെ വാക്കുകൾ അത്രമാത്രം അവൾ നോവിച്ചിരുന്നു. കുറച്ചഴിഞ്ഞ് വീണ്ടും ഫോൺ റിങ് ചെയ്തു. അഞ്ജലി തലയുയർത്തി നോക്കി. ശിവയാണെന്ന് കണ്ടത് അവൾ കണ്ണു തുടച്ച് വേഗം ഫോൺ എടുത്തു. തീരെ സമയമില്ലാത്ത ആളല്ലേ, എന്തിനാ വിളിച്ച്? അഞ്ജലി ദേഷ്യത്തിൽ ചോദിച്ചു. ഉള്ളിൽ സങ്കടം തിളച്ച് മറിയുകയായിരുന്നു. നിനക്ക് സമയമുണ്ടെങ്കിലേ നിന്റെ റൂമിന്റെ ബാൽക്കണിയിലേക്കൊന്ന് വാ. എന്തിനാ? പറഞ്ഞു കേട്ടോണം, വാടി വേഗം. അഞ്ജലി പതിയെഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്ന് നിന്നു. അവൾ ചുറ്റും നോക്കിയെങ്കിലും ശിവ അവിടെയൊന്നും കണ്ടില്ല. ഇനി നേരെ ഇടതു ഭാഗത്തേക്ക് നോക്കടി. അഞ്ജലി തിരിഞ്ഞു നോക്കിയതും റോഡിൽ ബൈക്കിലിരിക്കുന്ന ശിവയെ കണ്ടതും അഞ്ജലിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ചിരിച്ചു. നിന്നെ കാണാതെ ഉറക്കം വരുന്നില്ല, കുറച്ചുകൂടെ മുന്നിലേക്ക് വാ. ശിവ പറയുന്ന കേട്ട് അഞ്ജലി മുന്നിലേക്ക് നിന്നു. ഒരുപാട് ദൂരമുണ്ടെങ്കിൽ പോലും വളരെ അടുത്ത് കാണുന്ന പോലെ തോന്നി അവൾക്ക്. അവൻ്റെ കൂടെ ഇരിക്കാൻ അവൾ കൊതിച്ചു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് കാണാൻ തോന്നുന്നു. വന്നത് ശരിയാവില്ല, ഞാൻ കുടിച്ചിട്ടുണ്ട്. കുടിച്ച ഉമ്മ തരില്ലെന്നല്ലേ നീ പറഞ്ഞത്? അയ്യടാ, ഉമ്മ തരാനൊന്നല്ല. പക്ഷേ എനിക്ക് ഉമ്മ വേണ്ടി വരും. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, റൗഡി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ശിവ ചിരിച്ചു. അവളെ നോക്കി അവൻ ബൈക്കിൽ നിന്നിറങ്ങി ബൈക്കിൽ ചാരി നിന്നു. ഏയ് റൗഡി, എന്താ മിണ്ടാത്തെ? ഇനി അങ്ങനെ വിളിച്ചാൽ ഞാൻ മധുരയാടി അങ്ങോട്ട് വരും. അതെന്താ? നിന്റെ ആ വിളി കേൾക്കുമ്പോണ്ടല്ലോ എന്തൊക്കെയാ തോന്നുക. എന്താ തോന്നിയെന്ന് പറ. അത് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം പറഞ്ഞ് ശിവ ഫോൺ കട്ടാക്കി. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി അഞ്ജലി നിന്നു. ശിവ ഫോൺ പാനിന്റെ പോക്കറ്റിലിട്ട് നടന്നു വന്ന് മതിൽ പിടിച്ച് അഞ്ജലി ഞെട്ടി. അവനകത്ത് വരാൻ പോവുകയാണെന്ന് മനസ്സിലായതും അഞ്ജലിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ശിവ മതിരിയാടി നേരെ അഞ്ജലിയെ നോക്കി. അഞ്ജലി വേഗം ഫോൺ എടുത്ത് അവനെ വിളിച്ചു. ശിവ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. പപ്പിയൊന്നും ഉറങ്ങിയിട്ടില്ല, സെക്യൂരിറ്റി ഉണ്ട്, ആകെ പ്രശ്നമാവും, പ്ലീസ് വരില്ലേ? ഇനി എന്തു വന്നാലും എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ വരും. ദേ റൗഡി, പ്ലീസ് ആരെങ്കിലും. നീ അവിടെ തന്നെ നിന്നോ. ശിവ ഫോൺ കെട്ടാക്കി പതിയെ നടന്നു. സെക്യൂരിറ്റി കാണാതെ വീണ്ടും പുറകിലേക്ക് നീങ്ങി. അഞ്ജലി പേടിയോടെ അവൻ തന്നെ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് അവൻ മാഞ്ഞതും അഞ്ജലി പ്രാർത്ഥനയോടെ നിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ട് ശിവയെ കാണാതെ വന്നു അഞ്ജലി പേടിച്ച് വിറക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പുറകിൽ നിന്ന് ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ ശിവ ബാൽക്കണിയിലേക്ക് പിടിച്ചേർന്നാണ് അഞ്ജലി കണ്ടത്. അവൾ വേഗം അവൻ്റെ കൈ പിടിച്ച് കയറാൻ വേണ്ടി സഹായിച്ചു. കയറി നിന്നോ ശിവ അവളെ നോക്കി. ആരെങ്കിലും കാണുമെന്ന് കരുതി അഞ്ജലി അവൻ്റെ കൈ പിടിച്ച് വലിച്ച് മുറിയിൽ കയറി. അല്ല, നീ എന്താ പറഞ്ഞേ? ആരെങ്കിലും കാണും പൊക്കോന്നൊക്കെ. ഇത്രയും ദിവസം നിനക്ക് പേടിയില്ലായിരുന്നല്ലോ. അത് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നു ഞാൻ കരുതിയോ? നിനക്ക് ശിവയെ അറിയില്ല, നിന്നോട് പലവട്ടം പറഞ്ഞല്ലേ. അപ്പം നീ എന്നെയും കൊണ്ടേ പോകുന്നു. ഇനി അങ്ങോട്ട് നീ എന്നെ സഹിച്ചോ? അവിടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ശിവ പറഞ്ഞു. അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ശിവ മീശ പിരിച്ചു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അഞ്ജലിയുടെ മിഴികൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു. അവൻ്റെ കൈകൾ ഇടുപ്പിലമർന്നു അഞ്ജലി ഒന്ന് പൊങ്ങി. അവളിലേക്ക് അടുക്കുന്ന അവൻ്റെ മുഖം കണ്ട് അഞ്ജലി മിഴികൾ അടച്ചു. അഞ്ജലിയുടെ കവിളിൽ ശിവയുടെ താടിരോമങ്ങൾ കുത്തിയത് അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ചുംബനം പൊഴിച്ചുകൊണ്ട് സ്ഥാനം മാറാൻ തുടങ്ങിയത് അഞ്ജലിയിൽ വിറയൽ തോന്നി. ശ്വാസം ഉയരുന്ന കണ്ട് ശിവ അവളെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞൊന്നും സംഭവിക്കില്ലെന്നറിഞ്ഞ് അഞ്ജലി പതിയെ മിഴികൾ തുറന്നു. അവളെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും അവൾ അവൻ്റെ കവിളിൽ കൈവച്ചു. കാൽ പൊന്തിച്ച് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ അത് ഏറ്റുവാങ്ങി. എൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പേടിയില്ലടി പെണ്ണേ. അഞ്ജലി ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ചു. രണ്ട് കൈകൾ കൊണ്ട് അവനെ വട്ടം പിടിച്ചു. ഈ നെഞ്ചിൽ നിന്ന് ആരും എന്നൊന്നും ചെയ്യില്ല. എന്നെ തൊട്ട എൻ്റെ റൗഡി വെറുതെ വിടുക. ഇത്രയും സുഖവും സൗകര്യമൊന്നും അവിടെ നിനക്കുണ്ടാവില്ല. നിനക്ക് ആവശ്യമുള്ളതൊന്നും. അഞ്ജലി ദേഷ്യത്തിൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി. റൗഡി, ഇനി അതിനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനുണ്ടല്ലോ, എനിക്ക് ആവശ്യമുള്ള ഈ നെഞ്ചിലെ സ്നേഹം മാത്രം, അത് തരില്ലേ? ശിവ ചിരിച്ചുകൊണ്ട് അവളെ വീണ്ടും നെഞ്ചിലേക്ക് തന്നെ കിടത്തി അവളെ പൊതിഞ്ഞ് പിടിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ ആ സ്നേഹത്തിൽ അലിഞ്ഞ അഞ്ജലി കിടന്നു. വെറുതെ അല്ല ചിരിക്കാത്ത, ചിരി കണ്ടാലേ വീണുപോകും. എന്താ? എൻ്റെ റൗഡി എന്നോട് മാത്രം ചിരിച്ചാൽ മതിയെന്ന്. ഇടയ്ക്ക് വരുന്ന ഈ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അവളുടെ സംസാരം കേട്ട് ശിവ അവളെ കയ്യിൽ കോരിയെടുത്തു. പെട്ടെന്നായതുകൊണ്ട് അഞ്ജലി ഒന്ന് ഞെട്ടി. അവളെ നോക്കിക്കൊണ്ട് ശിവ അവളെയും കൊണ്ട് മുറിയിലേക്ക് കടന്നു. അഞ്ജലിയുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. എന്തീ കാണിക്കുന്നത്? താഴെ ഇറക്ക്. അടങ്ങിക്കിടക്കടി, ഞാനൊന്നും കാണിച്ചില്ലല്ലോ. റൗഡീസം കൊണ്ട് അഞ്ജലിയുടെ അടുത്ത് വരല്ലേ? കള്ളും കുടിച്ച് രണ്ട് പുകയെടുത്ത് കുന്നും പുറത്ത് ഉറങ്ങിക്കിടക്കേണ്ട എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാ. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളെ ബെഡിലേക്ക് എടുത്തത് അഞ്ജലി പുറകിലേക്ക് നീങ്ങി. ശിവ ഷർട്ടിന്റെ ബട്ടണിൽ തൊട്ടത് അഞ്ജലി കണ്ണു വീഴ്ചുകൊണ്ട് അവൻ്റെ കൈകളെ പിടിച്ചു വെച്ചു. വേണ്ട കേട്ടോ. അതിന് ഞാനെന്താ ചെയ്ത്? ഭയങ്കര ചൂട്, അതാ ഞാൻ ഷർട്ട് അഴിക്കണ്ട. ഇവിടെ AC ഉണ്ട് മോനെ റൗഡി. അഞ്ജലി AC ഓൺ ചെയ്തു. ശിവ അവളുടെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നു. അവൻ്റെ മുടിയിൽ തലോടി അഞ്ജലിയും ബെഡിൽ ചാരിയിരുന്നു. അവളുടെ കൈകളിലെ ചൂടിൽ അവൻ മയങ്ങിപ്പോയി. അവൻ ഉറങ്ങിയെന്നുണ്ടത് അഞ്ജലി അതേ ഇരിപ്പിൽ ഉറങ്ങി.
കണ്ണിൽ വെളിച്ചം വീശിയതും അഞ്ജലി കണ്ണു തിരുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി. രാത്രി ശിവ വന്ന ഓർമ്മ വന്നു ബെഡിലേക്ക് നോക്കി. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അഞ്ജലി ആശ്വാസത്തോടെ ശ്വാസം എടുത്തു. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി. അന്ന് മുഴുവൻ അവൾ വീട്ടിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ശിവ വിളിക്കുമെങ്കിലും കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. അതിനിടയിൽ നിതിൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു. പക്ഷെ അഞ്ജലി ഫോൺ എടുത്തില്ല. അവസാനം അവൻ രമേശിനെ വിളിച്ച് അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അയാൾ ഫോൺ കൊണ്ടുവന്ന് അഞ്ജലിക്ക് കൊടുത്തു. രമേശ് പറഞ്ഞുകൊണ്ട് അഞ്ജലി ഫോൺ വാങ്ങി. എന്താ ഫോൺ എടുക്കാത്തത്? എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഞാൻ കണ്ടില്ല, സോറി. ഇറ്റ്സ് ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട്? പപ്പ പറഞ്ഞു ഓക്കെ ആയെന്ന്. ആ, നാളെ കെട്ടഴിക്കാം. അടുത്ത് രമേശ് ഉള്ളതുകൊണ്ട് അവൻ്റെ ചോദ്യങ്ങൾക്ക് അഞ്ജലി ചിരിയോടെ മറുപടി നൽകി. ഫോൺ കട്ട് ചെയ്ത് അഞ്ജലി രമേശിന് കൊടുത്തു. അയാൾ അത് വാങ്ങി അവളെ നോക്കി ചിരിച്ച് കടന്നുപോയി. അവളുടെ മനസ്സിൽ നിതിനെക്കുറിച്ചുള്ള ചിന്തകൾ കയറിക്കൂടി. ഇതുവരെ ഇല്ലാത്ത സ്നേഹം പെട്ടെന്ന് പൊട്ടിമുളച്ചിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗൗതമിനോട് അതിനെക്കുറിച്ച് പറയണമെന്ന് അവൾ കരുതി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തലേന്ന് ശിവ വന്നില്ല അവൾക്ക് ഓർമ്മ വന്നു. വെറുതെ ബാൽക്കണിയിൽ പോയി താഴേക്ക് നോക്കി. അവൻ നിന്നിരുന്ന ശൂന്യമായി കണ്ടത് അഞ്ജലിക്ക് സങ്കടം തോന്നി. അവൾ അകത്തേക്കാരെ നിൽക്കുമ്പോഴാണ് ശിവയുടെ ബൈക്കിന്റെ ശബ്ദം കേട്ടത്. അഞ്ജലി സന്തോഷത്തോടെ അത് ശിവയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ബൈക്ക് നിർത്തി ബൈക്കിൽ നിന്നിറങ്ങി ശിവ അവളെ നോക്കി ചിരിച്ചു. പിന്നെ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. ഫോൺ അടിച്ചത് അഞ്ജലി ബെഡിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്ന് ബാൽക്കണിൽ തന്നെ വന്നു നിന്നു. എന്നാ കാത്തിരിക്കാണോ? വരും തോന്നി. അങ്ങോട്ട് വരട്ടെ? വേണ്ട, ആരെങ്കിലും കണ്ടാൽ. ശിവ ബൈക്കിൽ കയറിയിരുന്നു. അഞ്ജലി ബാൽക്കണിയുടെ കൈവിരൽ പിടി സംസാരിച്ചു. ഒരുപാട് നേരം സംസാരിച്ചതിനും ശിവ പോവാൻ നിന്നു. പോവണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അത് വേണ്ട. പിന്നെ നേരം വിളിക്കുവരെങ്കിലും നിൽക്കാൻ പറ്റും. പോയി ഉറങ്ങി. നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാം. നാളെ വരൂ? ഉറപ്പില്ല, പറ്റുമെങ്കിൽ വരാം. ഫോൺ വെച്ച് കഴിഞ്ഞ് ശിവ കണ്ണിൽ നിന്ന് മായും വരെ അഞ്ജലി നോക്കി നിന്നു. കിടക്കാൻ നേരം ശിവയുടെ പനിയെടുത്ത് കെട്ടിപ്പിടിച്ച് പുഞ്ചിരിയോടെ അവൾ ഉറങ്ങി. അഞ്ജലിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഡാനി അവൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എന്താണെന്ന ഭാഗത്തിൽ ശിവ നോക്കിയത്. ഡാനി അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താടാ, നീ അങ്ങോട്ടാ? അത് ഞാൻ ആ കോൺട്രാക്ടറെ കാണാൻ. അയാളെന്നല്ല കണ്ടില്ലേ? ഇന്നും ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്നാലേ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു നിന്റെ കോൺട്രാക്ടർ. നിന്റെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയാൽ എന്താടാ? അതിന് ആരവളെ കാണാൻ പോകുന്നു? വേണ്ട മോനെ ശിവ, നമ്മൾ ജനിച്ച ഒരു ഗർഭപാത്രത്തിലല്ലെങ്കിലും ജീവിച്ച ഒരു പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരിയ. ഞാൻ കുറച്ച് കൂടുതൽ വാരിയെന്ന് കരുതി നീ എന്നെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. വെറുതെ ഓവറാക്കണ്ട. വേണ്ടല്ലോ, എന്നാൽ ഞാനും വരുന്നു. നീയും നിന്റെ പെണ്ണും കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അവളെയും കാണാമല്ലോ. എവളെ? അത് പിന്നെ അന്ന് അഞ്ജലിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന കുട്ടി. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. നിനക്ക് ആരെയാടാ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടാവാത്ത? ഇത് അതുപോലെയല്ലടാ, എന്തോ ഒരു ഇത് നിന്റെ വായിലിന് എത്ര പല്ലുണ്ട്? ശിവ ദേഷ്യത്തിൽ പറഞ്ഞു. ഡാനി വേഗം അവരിൽ നിന്ന് മാറി നിന്നു. ശിവ ഇറങ്ങിപ്പോന്ന് നോക്കി ഡാനി മുഖം കൂട്ടി നിന്നു. താഴെത്തിയത് ശിവ ഉറക്കി വിളിച്ചു. വരുന്നില്ല, വാടാ. രണ്ടാമത്തോട്ടം നോക്കിയിട്ട് എന്താണെന്ന് അറിയാലോ. ശിവയുടെ വാക്കുകൾ കേട്ട് ഡാനി ചാടിത്തുള്ളി താഴേക്ക് പോയി. അവന്റെ ബൈക്കിന് പുറകിൽ കയറിയിരുന്നു. എനിക്ക് പണി ഉണ്ടാക്കരുത്. ഏയ് ഇല്ലളിയ, ഞാൻ അങ്ങനെ ചെയ്യും. അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അഞ്ജലി തന്നോട് ഇഷ്ടം പറഞ്ഞ അതേ മരച്ചുകൂട്ടിൽ ശിവ അവളെയും കാത്തിരുന്നു. ഡാനി ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ്റെ അരികിലും ഇരുന്നു. അഞ്ജലിയെ വിളിച്ച് അവൻ വന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞു അഞ്ജലിയുടെ കാറിടുന്നത് ശിവ എഴുന്നേറ്റു. ഡാനി കീർത്തിയെ കാണാൻ വേണ്ടി മുടിയെല്ലാം ശരിയാക്കി കാറിലേക്ക് തന്നെ നോക്കി. ആദ്യം ഗൗതം ഇറങ്ങി, പിന്നെ അഞ്ജലി. കീർത്തി ഇറങ്ങുന്നത് കാണാമെന്നും ഡാനി ഗൗതമിൻ്റെ അടുത്തേക്ക് വന്നു. എവിടെ? ആര്? അല്ല, കൂടെയുള്ള ആളല്ലേ അത്? ഗൗതം അഞ്ജലി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡാനി അവനെ ദേഷ്യത്തിൽ നോക്കി. ഗൗതമും ഡാനി കുറച്ച് മാറിയുന്നു. അഞ്ജലി ശിവയുടെ അടുത്തെത്തിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു. അഞ്ജലി അസ്വസ്ഥയോടെ ചുറ്റും നോക്കി. അവളുടെ പെരുമാറ്റം കണ്ട് ശിവക്കെന്തോ സംശയം തോന്നി. എന്താ, കെട്ടഴിച്ച വേദനയുണ്ടോ? അഞ്ജലി ഇല്ലെന്ന് തലയാട്ടി. അഞ്ജലി അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് അവളുടെ കൈകളെ മോചിപ്പിച്ചു. ശിവ അവളെ സൂക്ഷിച്ചു നോക്കി. ചുണ്ടിൽ നിഗൂഢമായ ചിരിയോടെ അഞ്ജലി ശിവയുടെ മുമ്പിൽ കയറി നിന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ അഞ്ജലി ഈ കളി മുഴുവൻ കളിച്ചത്. അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ശിവ ഒന്നും മനസ്സിലാവാതെ അവൾ മാത്രം നോക്കി നിന്നു. അഞ്ജലി അവനിൽ നിന്ന് കുറച്ച് അകന്ന് മാറി നിന്നു. എന്നോട് ചെയ്തതിനുള്ള പ്രതികാരം, അതായിരുന്നു എനിക്ക് തന്നോടുള്ള പ്രണയം. ഇതുപോലെ തന്നെ എൻ്റെ പുറകെ കൊണ്ടുവരിക, അതിൽ ഞാൻ വിജയിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് ശിവൻ ഞെട്ടിയില്ല. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവൻ നനങ്ങിയത് പോലുമില്ല. അവർ നോക്കിയിരിക്കുന്ന ഡാനിയും ഗൗതം അവിടെ നിൽപ്പുണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. താൻ എന്താണ് കരുതിയത്? തന്നെ പോലെ തെരുവുണ്ടൊക്കെ പ്രേമിച്ച എൻ്റെ ലൈഫ് ഞാൻ കളയുന്നു. അഞ്ജലി നമ്പിയായിട്ട് അടുത്തിരിക്കാൻ പോലുള്ള യോഗ്യത തനിക്കില്ല. പിന്നെ ആ പ്രേമം. അവളുടെ പുച്ഛം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഗൗതമും ഡാനിയും ഞെട്ടി. ഗൗതം അഞ്ജലിയുടെ ഭാവമാറ്റം കണ്ട് അമ്പരുന്നു. അവൻ അവിടെ അരികിലേക്ക് വന്നു. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതേ ഗൗതം, ഇത്രയും ദിവസം നടന്നില്ല എൻ്റെ അഭിനയമായിരുന്നു. നോക്കി അവൾ ആ രംഗം നോക്കി നിൽക്കുകയായിരുന്നു.
ഡാനി ശിവയെ പിടിച്ചു മാറ്റി അവരിൽ നിന്ന് മാറ്റി നിർത്തി. ഡാനിക്ക് ദേഷ്യം നിറഞ്ഞിരുന്നു. അവൻ അഞ്ജലിയെ തുറച്ചു നോക്കി ശിവയുടെ അരികിൽ തന്നെ നിന്നു. ഗൗത അഞ്ജലിയുടെ അടുത്ത് വന്നു. ഈ നാടകത്തിൽ നിനക്കെന്നെ ഒഴിവാക്കാമായിരുന്നു. എനിക്ക് നിന്നോട് പുച്ഛം തോന്നുന്നു. പ്രതികാരം ചെയ്യേണ്ട സ്നേഹം കൊണ്ടല്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഗൗതം കാറിൽ കയറിയിരുന്നു. അഞ്ജലി ശിവയെ നോക്കിയതും അവൻ അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു, മറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പാവം. ചുണ്ടിൽ ഇളം പുഞ്ചിരിയും തെളിഞ്ഞു വന്നു. നിസ്സംഗതയോടെ അവൻ അവൾ തന്നെ നോക്കി നിന്നു. ഉള്ളിൽ തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അഞ്ജലിയുടെ ഓർമ്മകളിൽ. അഞ്ജലി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടുന്ന് പോകാൻ നിന്നു. അവൾ മുന്നിലേക്ക് വന്ന് ശിവ മറികടന്ന് പോകാൻ നിന്നു. അവളുടെ കയ്യിൽ ശിവ പിടിച്ചു. അഞ്ജലി ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കി. പക്ഷേ ശിവ അവളെ നോക്കാതെ നിൽപ്പ് തന്നെയായിരുന്നു. അവൻ്റെ കൈപ്പിടിയിൽ നിന്നും അവളുടെ കൈകൾ മാറ്റാൻ അഞ്ജലി ശ്രമിച്ചു. അവൻ്റെ ബലമേറിയ പിടുത്തത്തിൽ നിന്നും അഞ്ജലിക്ക് അവ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശിവയുടെ പ്രതികരണം നോക്കിയിരിക്കുന്നത് ഡാനി. ഗൗതം കാറിൽ നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. കയ്യിന്ന് വിട്, അഞ്ജലി ദേഷ്യത്തിൽ പറഞ്ഞു. ശിവ അവളെ വലിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി. അഞ്ജലി വേദന തോന്നിയ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു. നീ ഇപ്പോൾ പറഞ്ഞൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ, ശിവ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. അഞ്ജലി അവനെ മിഴിച്ചു നോക്കി. അവൻ്റെ കത്തുന്ന മിഴികളെ നേടാൻ കഴിയാതെ അവൾ അവനിൽ നോട്ടം മാറ്റി. പറയടി ഓളെ. ശിവ അലറിയത് അഞ്ജലി ഞെട്ടി. ഡാനി ശിവയുടെ അരികിലേക്ക് വന്ന് നിന്നു. ഡാനിക്കും അഞ്ജലിയോട് ദേഷ്യം തോന്നി. അഞ്ജലി പതറലോടെ ചുറ്റും നോക്കി. എന്താ, ആരെങ്കിലും കാണുന്ന പേടിയുണ്ടോ? നീ ഇപ്പൊ പറഞ്ഞൊക്കെ ഒരിക്കൽ കൂടി എൻ്റെ മുഖത്തോക്കി പറഞ്ഞിട്ട് പോയിക്കോ. നീ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്കൊന്നും പറയാനില്ല. നീ അത് പറയാതെ ഇവിടുന്ന് പോവില്ല, ശിവയാ പറയുന്നത്. ശിവയുടെ വാക്കിൽ കേട്ട് അഞ്ജലി പേടിയോടെ നിന്നു. ഗൗത അവിടെ രക്ഷയ്ക്ക് വന്നില്ല. അവന് പോലും അഞ്ജലിയുടെ പെരുമാറ്റം കണ്ട് ദേഷ്യമായിരുന്നു. അവനെല്ലാം നോക്കി കാറിൽ തന്നെ ഇരുന്നു. ശിവ പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ദേഷ്യമില്ലായിരുന്നു, മറിച്ച് അഞ്ജലിയുടെ സ്നേഹം മാത്രമായിരുന്നു. അവളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൽ കളം കൊണ്ടെന്ന് വിശ്വസിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഞാനെല്ലാം പറഞ്ഞു, ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയത്. താൻ എന്നെ ഉപദ്രവിച്ചു, ഞാൻ അതിനുള്ള പ്രതികാരവും ചെയ്തു. കഴിഞ്ഞല്ല, ഇതിവിടെ തീരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി പോകാൻ നിന്നു. ശിവ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അഞ്ജലി അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ മിഴികൾ ദൂരേക്ക് പായിച്ചു. എന്നാൽ അവൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഇതിവിടെ തീരില്ല. ഇത് തീരണമെങ്കിൽ നിന്റെ കഴുത്തിൽ എൻ്റെ താലി വീഴണം. അതൊരിക്കലും നടക്കില്ല. നടക്കും, നടത്തും ശിവ. നിന്റെ ഈ പെർഫോമൻസിനുള്ളത് ശിവ തരുന്നുണ്ട്. പോയിക്കോ, അധികം വൈകാതെ കാണാം നമുക്ക്. മീശ പിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു നിർത്തിയിരുന്നു. അഞ്ജലി അവിടെ നിന്നും പോയി. അവൾ കാൽ കയറിയതും ഗൗതം കാറെടുത്തു. അവളോടൊന്നും മിണ്ടാതെ ഗൗതം ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തു. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. മനസ്സിൽ കുറച്ച് മുന്നേയുള്ള ശിവയുടെ മുഖമായിരുന്നു. അത്രയും പറഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസം ഇല്ലാന്ന ശിവയുടെ മുഖം. അഞ്ജലിയുടെ കാർ കണ്ണിൽ നിന്ന് മായും വരെ ശിവ അങ്ങനെ നിന്നു. അവൾ പോയതും അവൻ ബൈക്കിൽ കയറി. കൂടെ ഡാനിയും. ഡാനിക്ക് ശിവയെ കണ്ട് സങ്കടം തോന്നി. താൻ കൂടെ കാരണമാണല്ലോ എല്ലാം നോർത്ത് ഡാനിക്ക് കുറ്റബോധം തോന്നി. അവനെ തനിച്ചു വിടാതെ ഡാനി അവനെ തോൾക്കായിട്ട് ബൈക്കിലിരുന്നു. വീട്ടിലെത്തിയതും അഞ്ജലി കാറിൽ നിന്നിറങ്ങി വേഗം മുറിയിലേക്ക് പോയി. ഗൗത അവളെ നോക്കാതെ അവൻ്റെ മുറിയിലേക്കും. അവളുടെ പോക്കണ്ട് കീർത്തി അമ്പരന്നു. കാര്യം എന്താണെന്നറിയാതെ അവൾ ഗൗതമിൻ്റെ അടുത്തിരുന്നു. അവൻ ബെഡിൽ തലയിൽ കൈ കൊടുത്തിരിക്കുകയായിരുന്നു. കീർത്തി അവൻ്റെ അടുത്ത് പോയിരുന്നു. എന്താടാ, അടയും ചക്കരയും കൂടെ അടിച്ചു വിരിഞ്ഞോ? നീ ഒന്ന് പോകുന്നുണ്ടോ? ആകെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവിടെ സംഗതി സീരിയസ് ആണെന്ന് കണ്ടത് കീർത്തി അവൻ്റെ തോളിൽ തൊട്ടു. പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ കാത്തിരുന്നു. നടന്നെല്ലാം ഗൗതം പറഞ്ഞു. കീർത്തി ഞെട്ടി. അവൾ അമ്പരപ്പോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അവനെ പിടിച്ച് കിസ് ചെയ്തൊക്കെ അഭിനയായിരുന്നോ? ആയിരിക്കും. അവൾക്കതൊന്നും പ്രശ്നമാവില്ല. പ്രതികാരമല്ലേ മനസ്സിൽ? ഇല്ല ഗൗതം, അഞ്ചു അങ്ങനെയൊന്നും ചെയ്യില്ല. അവളുടെ പ്രണയം സത്യമായിരുന്നു. അവൾ ആത്മാർത്ഥത്തിൽ തന്നെയാ ശിവയെ പ്രണയിച്ച്. പിന്നെ എന്തിനാ അവള്? നീ വാ, നമ്മളോട് പറയാത്തൊരു രഹസ്യം അവൾക്കില്ല. നമുക്ക് ചോദിക്കാം. ഞാനില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? നീ വാടാ. കീർത്തി അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അഞ്ജലിയുടെ മുറിയിലേക്ക് പോയി. കീർത്തി വാതിൽ മുട്ടി. കുറച്ച് സമയം കഴിഞ്ഞാണ് അഞ്ജലി കഥ തുറന്നു. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അവൾ കരഞ്ഞിട്ടുണ്ടെന്ന്. കീർത്തി ഗൗതമിനെയും കൊണ്ട് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. അഞ്ജലി അവരെ നോക്കാതെ ഒരു ഭാഗത്തിരുന്നു. എന്താണ് ഇതൊക്കെ? അത് കീർത്തി, ഗൗതം പറഞ്ഞെല്ലാം ശരിയാണ്. എല്ലാം എൻ്റെ ഡ്രാമയായിരുന്നു. ഇനി എന്നോടൊന്നും ചോദിക്കണ്ട. അഞ്ജലി അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബാൽക്കണിയിൽ പോയി നിന്നു. ശിവ വന്നിൽക്കാനുള്ള സ്ഥലത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗൗതം കീർത്തിയെ നോക്കി ദേഷ്യത്തിൽ പോകാൻ നിന്നു. കീർത്തി അവൻ്റെ കൈ പിടിച്ച് നിർത്തി. അവൻ്റെ കൈ പിടിച്ച് അവൾ അഞ്ജലിയുടെ അരികിൽ പോയി. ഞങ്ങളോട് പറയാത്ത രഹസ്യമൊക്കെ നിന്റെ ജീവിതത്തിലുണ്ട് അഞ്ജലി. ഞാൻ പോട്ടെ. എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് പറയടി. തുടരും. ഈ